ഹായ് എവരി വൺ. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്, ഔദ്യോഗിക ഭാഷകൾ. അതിനൊപ്പം തന്നെ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ അഡീഷണലായി ഒരു ഔദ്യോഗിക ഭാഷ കൂടി ഒന്നിലധികമോ ഔദ്യോഗിക ഭാഷകളും കൂടി ഉണ്ട്. അങ്ങനെയുള്ളതിൽ ഇപ്പം മലയാളം ആണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ, നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ തമിഴ്നാടിന്റെ ഔദ്യോഗിക ഭാഷ തമിഴാണ്, കർണാടകയുടേത് കന്നഡയാണ്, ആന്ധ്രാപ്രദേശിന്റേതും തെലങ്കാനയുടേതും തെലുഗാണ്. എന്നാൽ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾക്ക് ഒഫീഷ്യൽ ഭാഷയായിട്ടുള്ളത് ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഒപ്പം 2 യൂണിയൻ ടെറിട്ടറീസിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇംഗ്ലീഷ് മാത്രമാണ് ഒഫീഷ്യൽ ഭാഷ. ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 സംസ്ഥാനങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്, ഔദ്യോഗിക ഭാഷ. എന്നാൽ വേറെ 5 സംസ്ഥാനങ്ങൾക്ക് കൂടി അവരുടെ സ്റ്റേറ്റ് ലാംഗ്വേജിനൊപ്പം, സംസ്ഥാനത്ത് ഏതാണോ സംസാരിക്കുന്ന ഭാഷ അതിൻ്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷും കൂടി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുണ്ട്. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ മലയാളമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ വേറെ 2 സ്ഥലത്ത് കൂടി, ഇന്ത്യയിലെ വേറെ 2 സ്ഥലങ്ങളിൽ കൂടി മലയാളം ഔദ്യോഗിക ഭാഷയായിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരിടത്ത് ഒരു ഫോറിൻ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദേശ ഭാഷ ഔദ്യോഗിക ഭാഷയായിട്ടുണ്ട്. ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷ് കൂടാതെ വേറൊരു ഫോറിൻ ലാംഗ്വേജ് കൂടി ഔദ്യോഗിക ഭാഷയായിട്ടൊരു സ്ഥലമുണ്ട്. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിൽ സംസ്കൃതം, സാൻസ്ക്രിറ്റ് അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അവിടുത്തെ ഭാഷകളൊക്കെ ഏതാണ് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുൻപ്, തൊട്ട് മുൻപത്തെ ലാംഗ്വേജ് അനാലിസിസ് വീഡിയോയിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഇന്ത്യയുടെ 8ാം ഷെഡ്യൂളിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8th ഷെഡ്യൂളിൽ 22 ഭാഷകൾ ഇതുവരെ ആഡ് ചെയ്ത് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യം 14 ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം പിന്നെ കാലക്രമേണ 8 കൂടി ആഡ് ചേർക്കപ്പെട്ടു. ഇപ്പം ആകെ 22 ഭാഷകളുണ്ട്. അതുകൂടാതെ ഇംഗ്ലീഷും ഹിന്ദിയും നമ്മുടെ ഔദ്യോഗിക ഭാഷകൾ ലിസ്റ്റിലുണ്ട്. ദേശീയ ഭാഷ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യക്ക് രാഷ്ട്രഭാഷയില്ല, പക്ഷെ ഔദ്യോഗിക ഭാഷകൾ. ഇതുകൂടാതെ ഒരു 38 ഭാഷകൾ കൂടി, 38 ഭാഷകളിൽ സംസാരിക്കുന്ന ആളുകൾ കൂടി അവരുടെ ഭാഷകൾ ഇന്ത്യയുടെ ഈ 8ാം ഷെഡ്യൂളിൽ ആഡ് ചെയ്യണമെന്ന് വളരെയധികം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് സംസാരിക്കാൻ അധികം ആളുകളൊന്നുമില്ല. പിന്നെ അതിനൊപ്പം തന്നെ ആ ഒരു ഭാഷ അത്രയും ഡെവലപ്ഡ് കൂടിയല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇവരിത്രയും ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ആരെങ്കിലും ഉത്തരം പറയുമെങ്കിൽ കമന്റ് ചെയ്യുക ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആരും കമന്റ് ചെയ്ത് കണ്ടില്ല. ഒന്നുകിൽ ആർക്കും അതിനുള്ള ഉത്തരം അറിയില്ല, ഈ വീഡിയോ കണ്ട ആർക്കും അതിനുള്ള ഉത്തരം അറിയില്ല, അല്ലെങ്കിൽ ഉത്തരം അറിയാമെങ്കിലും കമന്റ് ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ കമന്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇതുമല്ലെങ്കിൽ ആരും അത്രയും വരെ ആ വീഡിയോ കണ്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 8-9 മിനിറ്റ് ലെങ്ത് ഉള്ള വീഡിയോയുടെ ഏറ്റവും അവസാനമാണ് ഈ ചോദ്യം ചോദിച്ചത്. ഓക്കെ, അപ്പം എന്തായാലും അതിന് ഉത്തരം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ അടുത്ത വീഡിയോ ആണ് ഇത്. അപ്പം ഞാൻ ഉത്തരം പറയാം. ഓക്കെ, എന്തുകൊണ്ട് ഇന്ത്യയിലെ 38 ഭാഷകൾ, അവരുടെ ഭാഷകൾ ഷെഡ്യൂൾഡ് ലാംഗ്വേജ് ആയി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8ാം ഷെഡ്യൂളിൽ ചേർക്കണം എന്ന് പറഞ്ഞ ഡിമാൻഡ് ചെയ്യുന്നു? ഞാൻ കുറച്ച് ഫാക്ട്സ് പറയാം, കുറച്ച് വസ്തുതകൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താണെന്ന്. ഓക്കെ, ഇന്ത്യയിലെ എല്ലാ വർഷവും കൊടുക്കുന്ന കുറച്ച് അവാർഡുകൾ എടുക്കാം. ഓക്കെ, നാഷണൽ ഫിലിം അവാർഡ്. ഏറ്റവും അവസാനമായി നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയ മലയാളം ചിത്രം മരയ്ക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറഞ്ഞ സിനിമയാണല്ലോ. അതിന് മുൻപും കുറച്ച് സിനിമകൾക്ക് നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സിനിമാ താരങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് നമുക്ക് മലയാളത്തിന് അവാർഡ് കിട്ടി? എന്തുകൊണ്ട്? ഇപ്പൊ നിങ്ങൾക്കറിയാലോ, തുളു ഭാഷയിൽ സിനിമയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് തുളു ലാംഗ്വേജിന് ഇത്രയും നാളായിട്ടും സ്വാതന്ത്ര്യം കിട്ടി, ഇത്രയും വർഷങ്ങളായിട്ടും അവരുടെ സിനിമയ്ക്ക്, അല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക്, സിനിമയിൽ അഭിനയിച്ചവർക്ക് ആർക്കും അവാർഡ് കിട്ടിയിട്ടില്ല? കാരണം ഇത്രയേ ഉള്ളൂ. നാഷണൽ ഫിലിം അവാർഡിൽ എലിജിബിൾ ആകാൻ വേണ്ടി ഉള്ളൊരു ക്രൈറ്റീരിയ ഇതാണ്: ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8ാം ഷെഡ്യൂളിലുള്ള ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ലാംഗ്വേജിൽ നിന്നായിരിക്കണം ആ ചിത്രം. സാഹിത്യ അക്കാദമി അവാർഡ്, സാഹിത്യ അക്കാദമി ട്രാൻസ്ലേഷൻ അവാർഡ്, സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ എന്നീ അവാർഡുകൾക്ക് അർഹരാകാനുള്ള ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8ാം ഷെഡ്യൂളിലുള്ള ഏതെങ്കിലും ഭാഷയിലെ ലിറ്ററേച്ചറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന വർക്കുകളായിരിക്കണം. ഇനി സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആർക്കാണ് കൊടുക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 8ാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഭാഷയിലോട്ട് കോൺട്രിബ്യൂട്ട്, അവിടുത്തെ ആ ഭാഷയിലെ ലിറ്ററേച്ചറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കൊടുക്കുന്നത്. ഇനി മറ്റു പുരസ്കാരങ്ങളിലേക്ക് വരാം. ജ്ഞാനപീഠ അവാർഡ് കേട്ടിട്ടുണ്ടാവല്ലോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത് നമ്മുടെ മലയാളത്തിനാണ്. അന്ന്
ജി ശങ്കരക്കുറുപ്പിനാണ് ഓളക്കുഴൽ എന്ന് പറഞ്ഞ ആ ഒരു കൃതിക്ക് കിട്ടിയിരിക്കുന്നത്. ജ്ഞാനപീഠ അവാർഡിന് അർഹരാകാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 8ാം ഷെഡ്യൂളിലുള്ള ഏതെങ്കിലും ഒരു ഭാഷയിലെ ലിറ്ററേച്ചറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ആളുകളാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ജ്ഞാനപീഠ അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സരസ്വതി സമ്മാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല, കാരണം അത് ചെറിയൊരു അവാർഡാണ്. ഇന്ത്യയിലെ ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ് സരസ്വതി സമ്മാൻ. പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്നതെല്ലാം ഈ ജ്ഞാനപീഠ അവാർഡും പിന്നെ ഈ സാഹിത്യ അക്കാദമി അവാർഡുകളും പിന്നെ നാഷണൽ ഫിലിം അവാർഡൊക്കെയാണ്. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ലിറ്റററി അവാർഡ് കിട്ടാൻ വേണ്ടിയും അതിനുള്ള എലിജിബിലിറ്റി ഇതാണ്. ഷെഡ്യൂൾ ലാംഗ്വേജിലെ ഏതെങ്കിലും ഭാഷയിലെ ലിറ്ററേച്ചറിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഇനി എഴുത്തുകാർ കൊടുക്കുന്ന വേറൊരു അവാർഡാണ് ഭാഷാ സമ്മാൻ അവാർഡ്. ഈ അവാർഡ് കിട്ടാനും ഞാൻ നേരത്തെ പറഞ്ഞ അതേ ലാംഗ്വേജിലെ ഏതെങ്കിലും ലിറ്ററേച്ചറിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന റൈറ്റേഴ്സിനാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അതിനുള്ള കാരണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഭാഷയ്ക്ക് ഒരു അവാർഡ് കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണം നമ്മുടെ ഭാഷ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയിരിക്കെ ആ ഭാഷയിൽ നിന്നുള്ള ആ കൾച്ചറിൽ നിന്നുള്ള എഴുത്തുകാരും രചയിതാക്കളുമായ ആളുകൾക്ക് സ്വാഭാവികമായും അവരുടെ ഭാഷ ലിസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഭാഷകൾ ലിസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ഭാഷകൾ. ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്രമാണ്. ആ സംസ്ഥാനങ്ങൾ എവയൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്. ഒപ്പം 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. അത് ഇതൊക്കെയാണ്: ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്. ഇനി 5 സംസ്ഥാനങ്ങൾക്ക് അവരുടെ സ്റ്റേറ്റ് ലാംഗ്വേജിനൊപ്പം തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജായി ഇംഗ്ലീഷ് ഉണ്ട്. അത് ഇവയൊക്കെയാണ്: ഗോവ, മിസോറാം, സിക്കിം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ. അതോടൊപ്പം തന്നെ 5 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് കൂടി അവരുടെ സ്റ്റേറ്റ് ലാംഗ്വേജിനൊപ്പം തന്നെയുള്ള ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ആ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇവയൊക്കെയാണ്: ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ഡൽഹി, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളമാണ് കേരളത്തിന്റെ ഒഫീഷ്യൽ ഭാഷ. ഒപ്പം തന്നെ മലയാളം ഉപയോഗിക്കുന്ന വേറെ 2 സ്ഥലങ്ങളാണ്. ഒന്ന് പുതുച്ചേരി. പുതുച്ചേരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പോണ്ടിച്ചേരിയുടെ കേരളത്തിൽ കിടക്കുന്ന ആ മാഹി എന്ന് പറഞ്ഞ ഭാഗത്താണ് ഈ മലയാളം ഒഫീഷ്യൽ ഭാഷയായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ലക്ഷദ്വീപിലാണ്. പക്ഷെ ലക്ഷദ്വീപിൽ ഇത് ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല, അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ലക്ഷദ്വീപിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫോറിൻ ലാംഗ്വേജ്, ഒരു ഇംഗ്ലീഷ് കൂടാതെയുള്ളൊരു വിദേശ ഭാഷ, അത് ഫ്രഞ്ച് ആണ്. ഫ്രഞ്ച് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാം, ഗോവയിലെ ഭാഷയായിരിക്കും. അല്ല, അത് പുതുച്ചേരിയിലെ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അപ്പം ഇന്ത്യയിൽ ഇന്ത്യൻ ഭാഷകൾ കൂടാതെ ഇപ്പം നേപ്പാളി എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ടല്ലോ. പക്ഷേ ഈ നേപ്പാളി എന്ന് പറഞ്ഞാൽ ശരിക്കും നേപ്പാളിന്റെ മാത്രം ഭാഷയല്ല, അത് ഇന്ത്യയുടെ കൂടെ ഭാഷയാണ്. പക്ഷെ ഇത് കൂടാതെ ഇന്ത്യക്ക് 2 വിദേശ ഭാഷകളാണുള്ളത്. ഒന്ന് ഇംഗ്ലീഷും പിന്നൊന്ന് ഫ്രഞ്ചും. ഇനി സംസ്കൃതം അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ളൂ, ഒരു സംസ്ഥാനത്തിന്റെയും ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടില്ല. ആ 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡും പിന്നെ ഹിമാചൽ പ്രദേശും. ഒരു വില്ലേജിൽ ഇപ്പോഴും ആളുകളുടെ സംസ്ഥാന ഭാഷ സംസ്കൃതമാണ് എന്ന് ഞാൻ ഈ അടുത്ത് വായിച്ചായിരുന്നു. എനിക്കതിനെ പറ്റി ആധികാരികമായി പറയാൻ പറ്റില്ല. ഞാൻ വായിച്ചൊരു സംഭവമാണ്. ഇപ്പോഴും ആളുകൾ പരസ്പരം സംസാരിക്കുന്നത് സംസ്കൃതമാണ് അവരുടെ ഭാഷ എന്നാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ മലയാളമാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ കേരളത്തിന് ഒരു അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് കൂടിയുണ്ട്. ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് കേരളത്തിന് മാത്രം അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല. കേരളം കൂടാതെ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജായി ഉപയോഗിക്കുന്ന 5 സംസ്ഥാനങ്ങൾ ഇവയൊക്കെയാണ്: തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മണിപ്പൂർ, ഒഡീഷ, ഹരിയാന. ഇതിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടക മാത്രമേ ലീവ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. കർണാടകയ്ക്ക് ഇംഗ്ലീഷ് ഒരു അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല, ഒഫീഷ്യൽ ലാംഗ്വേജും അല്ല. ആന്ധ്രാപ്രദേശിന് ഈ ഇംഗ്ലീഷ് അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ തെലങ്കാനയ്ക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന്, യുണൈറ്റഡ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഡിവൈഡ് ചെയ്ത തെലങ്കാനയ്ക്ക് ഇംഗ്ലീഷ് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജോ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജോ അല്ല.
ഇനി ഈ 5 സംസ്ഥാനങ്ങൾ കൂടാതെ ഒരു യൂണിയൻ ടെറിട്ടറി, ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനും കൂടി ഇംഗ്ലീഷ് ഒരു അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. അത് നമ്മുടെ പുതുച്ചേരിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില സംസ്ഥാനങ്ങൾക്ക് അവരുടെ സ്റ്റേറ്റ് ലാംഗ്വേജിനൊപ്പം തന്നെ ഇംഗ്ലീഷും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിന് മലയാളം മാത്രമാണ് ഔദ്യോഗിക ഭാഷ, തമിഴ്നാട് തമിഴ് മാത്രമാണ്, പിന്നെ ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും തെലുഗു മാത്രമാണ്, കർണാടകയ്ക്ക് കന്നഡ മാത്രമാണ്. പക്ഷേ കുറേ അധികം സംസ്ഥാനങ്ങൾക്ക് ഒന്നിലധികം ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെയുണ്ട്. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉള്ള ഒരു സംസ്ഥാനമാണ് സിക്കിം. സിക്കിമീസ്, ലെപ്ച, നേപ്പാളി, ഇംഗ്ലീഷ് ഇവയൊക്കെയാണ് ഈ സിക്കിമിലെ ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഏറ്റവും അധികം ഒഫീഷ്യൽ ലാംഗ്വേജ് ഉള്ള യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ. അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇതൊക്കെയാണ്: കാശ്മീരി, ദോഗ്രി, ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു. ഇനി അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ഏറ്റവും അധികം അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉള്ള, അഡീഷണൽ ഔദ്യോഗിക ഭാഷകളുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അവിടെ 16 അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണുള്ളത്. പിന്നെ അവരുടെ സ്റ്റേറ്റ് ലാംഗ്വേജ് ഉണ്ട്, ഒഫീഷ്യൽ ഭാഷയുണ്ട്, ഔദ്യോഗിക ഭാഷയുണ്ട്. എല്ലാം കൂടി കൂട്ടുമ്പം 17 ഭാഷകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിനുള്ളത്. ആ ഭാഷകൾ ഇവയൊക്കെയാണ്: അങ്കിക, ബംഗാളി, ഭോജ്പൂരി, ഭൂമിജ്, ഹോ, ഖരിയ, കൊർത്ത, കുർമാലി, കുഡുഖ്, മഗാഹി, മൈഥിലി, മുണ്ടാരി, നാഗ്പൂരി, ഒഡിയ, സന്താളി, ഉറുദു. ഈ 16 കൂടാതെ ജാർഖണ്ഡിന്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. അങ്ങനെ ആകെ 17 ഭാഷകളാണ് ജാർഖണ്ഡിനുള്ളത്. ഈ 17 ഭാഷകളെ ജാർഖണ്ഡിൽ സംസാരിക്കൂ, അല്ലെങ്കിൽ ഈ 17 ലാംഗ്വേജ് ഗ്രൂപ്പിലെ ആളുകളെ ജാർഖണ്ഡിൽ ഉള്ളൂ എന്നല്ല ഇതിനർത്ഥം. പക്ഷെ അവരുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക, അനൗദ്യോഗിക ഭാഷകളിൽ പെടുന്ന ഭാഷകളാണ് ഞാൻ പറഞ്ഞത്, ഈ 17 എണ്ണം. ഓക്കെ, ഇനി നമുക്ക് ഓരോ സംസ്ഥാനവും ഓരോ കേന്ദ്രഭരണ പ്രദേശവും അവിടുത്തെ ഭാഷകളും, എന്ന് വെച്ചാൽ ഔദ്യോഗിക ഭാഷയും അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസും ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഏറ്റവും ആദ്യം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് തെലുഗു ആണ്. അവിടുത്തെ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇംഗ്ലീഷും ഉറുദുമാണ്. അടുത്തത് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് ആണ്. പക്ഷെ അവിടെ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇല്ല. ഓക്കെ, അസം. അസാമിലെ ഒഫീഷ്യൽ ലാംഗ്വേജുകൾ അസാമീസും ബോഡോയുമാണ്. ഈ അസാമീസ് എന്ന് പറഞ്ഞ ഭാഷയെ അവർ ഒഹോമിയ എന്നാണ് പറയുന്നത്. അസാമിലെ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ബംഗാളിയാണ്. ബീഹാർ. ബീഹാറിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. അവിടുത്തെ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജായി ഉറുദു ഉണ്ട്. ഛത്തീസ്ഗഡിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജായി ഛത്തീസ്ഗഡി. അപ്പം ഓർത്തിരിക്കണം, അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടാണ് അവരുടെ സ്റ്റേറ്റ് ലാംഗ്വേജ് ഛത്തീസ്ഗഡി ഉള്ളത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. ഗോവയിലെ ഒഫീഷ്യൽ ലാംഗ്വേജസ് 2 എണ്ണമുണ്ട്, കൊങ്കണിയും ഇംഗ്ലീഷും. അവിടുത്തെ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജായി മറാത്തിയുണ്ട്. ഗുജറാത്തിലെ ഒഫീഷ്യൽ ലാംഗ്വേജസ് 2 എണ്ണമാണ്, ഗുജറാത്തിയും ഹിന്ദിയും. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒന്നുമില്ല. ഹരിയാനയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജായി ഇംഗ്ലീഷും പഞ്ചാബിയും ഉണ്ട്. ഹിമാചൽ പ്രദേശിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജായി സംസ്കൃതമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ജാർഖണ്ഡിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്: അങ്കിക, ബംഗാളി, ഭോജ്പൂരി, ഭൂമിജ്, ഹോ, കരിയ, കൊർത്ത, കുർമാലി, കുഡുഖ്, മഗഹി, മൈഥിലി, മുണ്ടാരി, നാഗ്പൂരി, ഒഡിയ, സന്താളി, ഉറുദു. കർണാടകയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് കന്നഡയാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇല്ല. ഇംഗ്ലീഷ് ഇവിടുത്തെ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല. കേരളത്തിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് മലയാളമാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്. മധ്യപ്രദേശിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. വേറെ ഒരു ഭാഷയും അവിടെയില്ല. അതേപോലെ തന്നെ മഹാരാഷ്ട്ര ഒഫീഷ്യൽ ലാംഗ്വേജ് മറാത്തിയാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒന്നുമില്ല. മണിപ്പൂരിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് മണിപ്പൂരിയാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജായി ഇംഗ്ലീഷ് ഉണ്ട്. മേഘാലയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ ഇംഗ്ലീഷാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസായി ഖാസിയും ഗാരോയും ഉണ്ട്. മിസോറാമിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് മിസോയും ഇംഗ്ലീഷുമാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒന്നുമില്ല. നാഗാലാൻഡിന് ആകെ ഒറ്റ ഭാഷയേ ഉള്ളൂ, ഒഫീഷ്യൽ ലാംഗ്വേജായി ഇംഗ്ലീഷാണത്. ഒഡീഷയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒഡിയയും അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷുമാണ്. പഞ്ചാബിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് പഞ്ചാബിയാണ്, എന്നാൽ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒന്നുമില്ല. രാജസ്ഥാന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒന്നുമില്ല. സിക്കിമിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജുകൾ ഇംഗ്ലീഷ്, നേപ്പാളി, സിക്കിമീസ്, ലെപ്ച ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് അവർക്ക് ഗുറുങ്, ലിംബു, മഗർ, മുഖിയ, നെവാരി, റായ്, ഷെർപ്പ, ടമാങ്, ഇങ്ങനെ 8 ഭാഷകൾ കൂടിയുണ്ട്.
തമിഴ്നാടിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് തമിഴും അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷുമാണ്. തെലങ്കാനയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് തെലുഗുവും അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല, അവർക്ക് ഉറുദു ആണുള്ളത്. ത്രിപുരയുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകൾ ബംഗാളി, ഇംഗ്ലീഷ്, കോക്ക് ബൊഡോക്ക് എന്നീ ഭാഷകളാണ്. എന്നാൽ അവർക്ക് അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒന്നുമില്ല. ഉത്തർപ്രദേശിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയും അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉറുദുമാണ്. ഉത്തരാഖണ്ഡിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി, അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് അവർക്കുള്ളത് സംസ്കൃതമാണ്. വെസ്റ്റ് ബംഗാളിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ബംഗാളിയും ഇംഗ്ലീഷുമാണ്. ജാർഖണ്ഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉള്ളത് വെസ്റ്റ് ബംഗാളിനാണ്. നേപ്പാളി, ഉറുദു, ഹിന്ദി, ഒഡിയ, സന്താളി, പഞ്ചാബി, കംതാപുരി, രാജ്ബാൻഷി, കുഡ്മാലി, കുഡുക്, തെലുഗു ഇത്രയും ഭാഷകളാണ് അവരുടെ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഇനി യൂണിയൻ ടെറിട്ടറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇവയുടെ ഭാഷകളെ പറ്റി പറയാം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഒഫീഷ്യൽ ഭാഷ ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒന്നുമില്ല. ദാദ്ര ആൻഡ് നാഗർ ഹാവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു വീണ്ടും ഹിന്ദിയും ഇംഗ്ലീഷ് തന്നെയാണ് ഇവരുടെ ഒഫീഷ്യൽ ഭാഷകൾ. ഗുജറാത്തിയാണ് ഇവരുടെ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഡൽഹിയുടെ ഒഫീഷ്യൽ ഭാഷകൾ ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. ഇവരുടെ അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉറുദുവും പഞ്ചാബിയുമാണ്. ലഡാക്കിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. ഇവർക്ക് അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇല്ല. ചണ്ഡീഗഡിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒന്നുമില്ല. ലക്ഷദ്വീപിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജും ഇംഗ്ലീഷ് തന്നെയാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളമുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഒഫീഷ്യൽ ഭാഷകൾ കാശ്മീരി, ദോഗ്രി, ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് ഇത്രയുമാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒന്നുമില്ല. പുതുച്ചേരിയുടെ ഒഫീഷ്യൽ ഭാഷകൾ തമിഴ്, തെലുഗു, മലയാളം എന്നീ ഭാഷകളാണ്. ഇതിൽ തമിഴ് നമ്മുടെ തമിഴ്നാട്ടിൻ്റെ ഭാഗമായ പോണ്ടിച്ചേരിയിലും, തെലുഗു ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമായ യാനം എന്ന് പറഞ്ഞ സ്ഥലത്തും, പിന്നെ മലയാളം കേരളത്തിൻ്റെ ഭാഗമായ മാഹിയിലുമാണ്. അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജസായി അവർക്ക് ഇംഗ്ലീഷും ഫ്രഞ്ചും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഭാഷകൾ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെഡ്യൂൾഡ് ലാംഗ്വേജസിനെ പറ്റി പറഞ്ഞു. ഈ വീഡിയോയിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന പ്രാദേശിക ഭാഷകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ലോക ഭാഷകളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അതുവരെ ബൈ.